തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ നിന്ന് നിങ്ങൾക്കറിയാം ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഉത്സവം ഇന്നാണ്. ആറ്റുകാൽ പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇപ്പോൾ തലസ്ഥാനത്തുണ്ട്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് നമുക്കൊപ്പം സ്മിത ഹരിദാസ് ചേരുന്നു. സ്മിത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. സ്മിത, യഥാർത്ഥത്തിൽ ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു പോയി. കാര്യം എന്താണെന്നറിയോ, സ്മിത ഹരിദാസിന് ഇപ്പോൾ ജസ്റ്റ് അല്പം മുമ്പ് ഏഷ്യാൻ ന്യൂസിൽ കണ്ടു. ഞാൻ വിചാരിച്ചു ചാനൽ വല്ലതും മാറി അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് കയറിപ്പോയതാണോ. അപ്പോൾ അത് കണ്ടില്ലെന്ന് വിചാരിക്കണ്ട. അതോ അവിടെ പോയിട്ട് ഈ ഏഷ്യൻ ന്യൂസിന്റെ ക്യാമറമാൻ്റെ മുന്നിൽ കയറി നിന്നതാണോ, എന്നെയും കൂടെ എടുത്തൊന്നും പറഞ്ഞ്? അതോ പഴയ ഓർമ്മയിൽ പോയതാണോ? അങ്ങനെയല്ല സ്കേൻ, അതല്ലേ സ്കേൻ. നമ്മളിവിടെ ഈ കുറച്ചൊരു സ്ഥലമാണ് നമ്മൾ മാധ്യമപ്രവർത്തകർക്കുള്ളത്. ഈ പണ്ടാര അടുപ്പിന്റെ അടുത്തായിട്ട് നമുക്കറിയാലോ ഇവിടെ വലിയ തിരക്കാണ്. അപ്പൊ മാധ്യമപ്രവർത്തകരെല്ലാവരും ഈ പരിസരത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് തോന്നുന്നത് ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ സംഘമാണ് ആറ്റുകാൽ പൊങ്കാലയെങ്കിൽ ഏറ്റവും വലിയ വനിതാ റിപ്പോർട്ടറുടെ സംഘമാണ്. പ്രത്യേകിച്ച് പണ്ടാര അടുപ്പിന് ചുറ്റും കേരളത്തിലെ എല്ലാ വാർത്താ ചാനലുകളും വനിതാ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. നമുക്ക് മാത്രമേ അത് കാണിക്കാൻ പറ്റൂ. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, ന്യൂസ് 18, അങ്ങനെ കേരളത്തിലെ എല്ലാ വാർത്താ ചാനലുകളും കാണിക്കുക. അവർ വനിതാ റിപ്പോർട്ടേഴ്സ് കൂടാതെ നോക്കിക്കോണം. ഇങ്ങോട്ടേക്ക് നമ്മുടെ എല്ലാവരും ഉണ്ട്, എല്ലാ ചാനലുകളും. അതെ, മനോരമയിൽ നിന്ന് ആശാ ജാവേദ് ഉണ്ട്, ഇവിടെ സുബി സുരേഷ് ഉണ്ട്, ശാലിനി ഉണ്ട്, മറ്റ് ജനം TV ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലായിടത്തുനിന്നും വനിതാ റിപ്പോർട്ടേഴ്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. ഏറ്റവും വലിയ വനിതാ സംഗമത്തിൽ നമ്മൾ ഏറ്റവും വലിയ വനിതാ മാധ്യമപ്രവർത്തകരുടെ ഒരു സംഗമ വേദി കൂടി ആവുകയാണ് ആറ്റുകാൽ ക്ഷേത്ര സന്നിധി. ഈ ദൃശ്യങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ പണ്ടാര അടുപ്പ്, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും. ആദ്യം മണൽ വിരിച്ചു, അതിൽ മഞ്ഞൾ കൊണ്ട് കളം വരച്ചു. അതിനുശേഷം കട്ട ഇഷ്ടികയാണ് അതിനുപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നല്ല മനോഹരമായ കലം, അതിൽ മനോഹരമായ ചിത്രപ്പണികളൊക്കെയുള്ള കലമാണ്. അതിൽ വെള്ളം വെച്ചു. തോറ്റമ്പാട്ട്, അതിൻ്റെ ആ ഒരു പാട്ടുപുരയാണ് കാണുന്നത്. അവിടെ പാട്ടിൻ്റെ ആശാനായ മധുവാശാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിപ്പോൾ നമ്മൾ കാണുകയായിരുന്നു. ഇതിന് ശേഷം പുണ്യാഹം തളിച്ചിട്ടാണ് തന്ത്രി കൊടുക്കുന്ന ദീപം, മേൽശാന്തി ഇവിടെ അടുപ്പിലേക്ക് പകരുക. അതിന് 10:30 10:30 മുൻപേ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ, എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ തോറ്റമ്പാട്ട് കലാകാരന്മാർ ഇവിടെ ഈ ദിവസങ്ങൾ അത്രയും ഓരോ ദിവസവും ദേവീ സ്തുതികളുമായി ഇരിക്കുന്നു. തോറ്റമ്പാട്ടിൻ്റെ ഒരു ചരിത്രവും ഐതിഹ്യമൊക്കെ വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇതിങ്ങനെ എവിടെയും എഴുതി വെക്കാൻ പാടില്ല, രേഖപ്പെടുത്താൻ പാടില്ല. മനഃപ്പാഠമാക്കിയാണ് ഈ തോറ്റമ്പാട്ട് ചരിതം. അത് ദേവീ സ്തുതികളാണ്. ദേവിയുടെ തുടക്കം മുതൽ, ജനനം മുതൽ അവസാനം മധുരാപുരി എരിച്ച് തിരിച്ചെത്തുന്ന ദേവി അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പാട്ടിലൂടെ പറയുകയാണ്. മധുവാശാന്റെ കുടുംബം തന്നെയാണ് തലമുറകളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കൗതുകമുണ്ട്. പണ്ടാര അടുപ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതിനുള്ള സ്മിത ഹരിദാസാണ് ആറ്റുകാൽ പരിസരത്ത് നമുക്കൊപ്പം ചേർന്നത്. ഈ പണ്ടാര അടുപ്പിലേക്ക് ഇന്ന് രാവിലെ 10:30 മണിക്ക് തീ പടരുന്നതോടെ പൊങ്കാല നിവേദ്യ ഉത്സവത്തിന് തുടക്കമാകും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മുടെ ചിപ്പി ചേച്ചിയെ കണ്ടില്ലല്ലോ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്. ചിപ്പി ചേച്ചി അവിടെ എത്തും. എല്ലാ കൊല്ലവും ചിപ്പി അവിടെ എത്തും. ചിപ്പി മാത്രമല്ല, സ്ഥിരമായി സീമാജി നായരെ പോലെ, നമ്മുടെ MG ശ്രീകുമാറിൻ്റെ പത്നി ലേഖ ശ്രീകുമാറിനെ പോലെ ഒരുപാട് ആളുകൾ തലസ്ഥാന നഗരിയിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. അവിടെ ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മൾ സംരക്ഷണം ചെയ്യുന്നു.